ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എനിക്ക് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ പലർക്കും തോന്നുന്നുണ്ടാവും, ഇവളെന്താണ് ഈ കാണിക്കുന്നത്, ഇവക്ക് വീഡിയോ എടുക്കാൻ അറിഞ്ഞൂടാ, ക്ലാരിറ്റി ഇല്ല എന്നൊക്കെ. യൂട്യൂബിൽ അങ്ങനത്തെ കമൻസ് ഒന്നും വന്നിട്ടില്ല, കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാമിലും പിന്നെ കുറച്ച് പേര് നേരിട്ടും ഒക്കെ വളഞ്ഞും തിരിഞ്ഞൊക്കെ പറയുന്നുണ്ട്, എന്ത് കോപ്രായോ കാണിക്കണമെന്ന്. ഞാനെന്ത് കോപ്രായോ കാണിച്ചതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്താണെന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വൈകാത്ത ടോപ്പിക്കിലേക്ക് പോകാം. PSC പഠിക്കണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? പക്ഷേ ഓരോ തവണയും PSCയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചോദ്യം, ഞാൻ എവിടെ നിന്നാണ് തുടങ്ങുക? സിലബസ് നോക്കിയാൽ ഒരുപാട് ടോപ്പിക്സ്, യൂട്യൂബ് തുറന്നാൽ ഒരുപാട് വീഡിയോസ്, ടെലഗ്രാമിൽ പോയാൽ ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ്, മാർക്കറ്റിൽ പോയാൽ ഒരുപാട് ബുക്സ്. അപ്പോൾ അവസാനം നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? പഠിക്കാൻ തുടങ്ങാതെ പഠിക്കാനുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യുകയാണ്. അത് എൻ്റെ സ്വഭാവം കേട്ടോ. പ്രത്യേകിച്ച് നമ്മളൊരു കംപ്ലീറ്റ് ബിഗിനർ ആണെങ്കിൽ ഈ കൺഫ്യൂഷൻ കുറച്ചുകൂടി അധികമായിരിക്കും. വീട്ടമ്മമാരാണെങ്കിൽ അതിനൊപ്പം വീട്ടുജോലികളും കുട്ടികളും കുടുംബകാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ PSC പഠനം തുടങ്ങാൻ കഴിയുമോ? കഴിയും, തീർച്ചയായിട്ടും കഴിയും. പക്ഷെ മറ്റൊരാളുടെ ടൈം ടേബിൾ കോപ്പി ചെയ്തുകൊണ്ടല്ല, നമ്മുടെ ജീവിതത്തിന് പറ്റുന്ന രീതിയിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടാണ് തുടങ്ങേണ്ടത്. ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. PSC പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആദ്യ ദിവസം മുതൽ എല്ലാം അറിയണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻ അറിയണമെന്നില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ അറിയണമെന്നില്ല, ഹിസ്റ്ററി മുഴുവൻ അറിയണമെന്നില്ല, കേരള ഫാക്ട്സ് അറിയണമെന്നില്ല, കറണ്ട് അഫെയർസ് ഫോളോ ചെയ്യാത്തവരായിരിക്കും. ഇതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം നിങ്ങൾ ബിഗിനറാണെങ്കിൽ ബിഗിനറായിട്ട് തന്നെയാണ് തുടങ്ങേണ്ടത്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്നറിയോ? ആദ്യ ദിവസം തന്നെ വലിയൊരു ടാർഗറ്റ് വെക്കും. നാളെ മുതൽ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് 6 മണിക്കൂർ പഠിക്കും, 2 ദിവസം ചെയ്യും, 3-ാം ദിവസം റൂട്ടീൻ തെറ്റുമല്ല, നമ്മൾ തെറ്റിക്കും. പിന്നെ നമ്മൾ തന്നെ നമ്മളോട് പറയും, എനിക്ക് PSC പഠിക്കാൻ പറ്റില്ല, എനിക്ക് വിധിച്ചതല്ല, ഇതെന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടൂലെന്ന്. അത് ശരിയായ ഒരു പറച്ചിലല്ല. പ്രശ്നം നിങ്ങൾക്ക് PSC പഠിക്കാൻ കഴിയാത്തതല്ല, നിങ്ങൾ തുടങ്ങിയത് നിങ്ങളുടെ ജീവിതത്തിന് റിയലിസ്റ്റിക് അല്ലാത്ത രീതിയിലായിരുന്നു. അതുകൊണ്ട് ബിഗിനറാണെങ്കിൽ ആദ്യ ലക്ഷ്യം റാങ്ക് അല്ല, ആദ്യ ലക്ഷ്യം കൺസിസ്റ്റൻസി ആയിരിക്കണം. പ്രത്യേകിച്ച് വീട്ടമ്മമാരോടൊരു കാര്യം പറയണം എന്നുണ്ട്. നിങ്ങളുടെ ദിവസം ഓഫീസിൽ പോകുന്ന ഒരാളുടേതുപോലെ ആയിരിക്കണമെന്നില്ല. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വീട്ടിലെ കാര്യങ്ങൾ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ക്ലീനിങ്, ചിൽഡ്രൻ, ഫാമിലി, പിന്നെ മറ്റു ഉത്തരവാദിത്തങ്ങൾ. അതിൻ്റെ ഇടയിൽ എനിക്ക് ദിവസവും 5 മണിക്കൂർ പഠിക്കണമെന്ന് തീരുമാനിച്ചാൽ പലപ്പോഴും നടക്കില്ല, പ്രത്യേകിച്ച് ഈ വീട്ടമ്മമാരുടെ കാര്യത്തിൽ. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ അവൈലബിൾ ടൈം കണ്ടെത്തുക. അത് നിങ്ങൾക്ക് മാത്രമേ കണ്ടെത്താൻ പറ്റൂ. നിങ്ങൾ രാവിലെ 1 മണിക്കൂർ കിട്ടുമോ, ഉച്ചയ്ക്ക് ഒരു 45 മിനിറ്റ് കിട്ടുമോ, രാത്രിയിൽ ഒരു മണിക്കൂർ കിട്ടുമോ, അങ്ങനെയാണെങ്കിൽ അത് മതി. ഒരു ദിവസം 2 മണിക്കൂർ കോൺസിസ്റ്റൻ്റായി പഠിക്കുന്ന ഒരാൾ 6 മണിക്കൂർ പഠിക്കുമെന്ന് തീരുമാനിച്ച് 3-ാം ദിവസം തന്നെ നിർത്തുന്ന ഒരാളേക്കാൾ മുന്നിലെത്തും. ഇവിടെ പ്രധാനപ്പെട്ടത് മണിക്കൂറുകളുടെ എണ്ണം മാത്രമല്ല, നിങ്ങൾ എത്ര ദിവസം തുടർച്ചയായി പഠിക്കുന്നു എന്നതാണ്. PSC പഠനം തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബുക്ക് വാങ്ങുകയല്ല, യൂട്യൂബിൽ ഒരു 50 വീഡിയോസ് കാണുക. ആദ്യം നിങ്ങൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന എക്സാം എന്താണെന്ന് തീരുമാനിക്കുക. ഉദാഹരണത്തിന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഡിഗ്രി ലെവൽ എക്സാം ആണോ, 10th ലെവൽ എക്സാം ആണോ, HSST പോലുള്ള ഒരു സ്പെസിഫിക് പോസ്റ്റ് ആണോ, എന്താണെന്ന് ആദ്യം വ്യക്തമായി മനസ്സിലാക്കണം. കാരണം PSC എന്ന് പറയുന്ന ഒരു സിംഗിൾ എക്സാം അല്ല, ഡിഫറെൻ്റ് എക്സാമിന് ഡിഫറെൻറ്റ് സിലബസാണ്. അതുകൊണ്ട് PSC പഠിക്കണം എന്നത് ഒരു വാഗ് ഗോൾ ആണ്. ഈ പർട്ടിക്കുലർ എക്സാമിൻ്റെ സിലബസ് പഠിക്കാൻ തുടങ്ങുന്നു എന്നതാണ് ക്ലിയർ ആയിട്ടുള്ള ഗോൾ. അതിനുശേഷം ഒഫീഷ്യൽ സിലബസ് എടുത്ത് നോക്കുക. സിലബസ് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യ ദിവസം എല്ലാം പഠിക്കാനല്ല, എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കാനാണ്. അടുത്ത കൺഫ്യൂഷൻ മെറ്റീരിയൽസാണ്. ഏത് ബുക്ക് വാങ്ങണം, ഏത് റാങ്ക് ഫയലാണ് നല്ലത്, ഇത്രയും യൂട്യൂബ് ചാനൽസ് ഉണ്ട്, ഏതാണ് ഫോളോ ചെയ്യേണ്ടത്? ഇവിടെ ഞാൻ പറയുന്നത് വളരെ സിമ്പിളാണ്. ആദ്യമേ 10 ബുക്സ് വാങ്ങണ്ട, ഒരുപാട് സോഴ്സസ് ഫോളോ ചെയ്യേണ്ട, ഒരു നല്ല ബേസിക് സോഴ്സ് തിരഞ്ഞെടുക്കുക. അതോടൊപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം PSCയിൽ എന്താണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വളരെയധികം സഹായിക്കും.
ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ടോപ്പിക്ക് ഇത്രയും മാത്രം പഠിച്ചാൽ പോരാ, PSC എങ്ങനെ ചോദിക്കുന്നു എന്നുകൂടെ മനസ്സിലാക്കണം. അതുകൊണ്ട് ബിഗിനർ ആയിരിക്കുമ്പോൾ സിലബസ്, ബേസിക് സ്റ്റഡി മെറ്റീരിയൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഈ 3 തിങ്സും ആദ്യം നിങ്ങൾ കണ്ടെത്താം. പിന്നെ ആവശ്യമുള്ളപ്പോൾ അഡീഷണൽ മെറ്റീരിയൽസ് നമുക്ക് ആഡ് ചെയ്യാം. അത് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എങ്ങനെ പഠിക്കണം. ഒരു ചാപ്റ്റർ തുറന്ന് വായിച്ചു, ഹൈലൈറ്റ് ചെയ്തു, ബുക്ക് അടച്ചു, അടുത്ത ദിവസം ഒന്നും ഓർമ്മയില്ല. ഇത് പലർക്കും സംഭവിക്കും. അതുകൊണ്ട് ആക്റ്റീവ് ലേണിംഗ് ചെയ്യണം. ഒരു ടോപ്പിക്ക് പഠിച്ചാൽ അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക, സ്വയം റീകോൾ ചെയ്യുക, ചെറിയ നോട്ട്സ് ഉണ്ടാക്കുക, പിന്നെ വീണ്ടും റിവൈസ് ചെയ്യുക. ഉദാഹരണത്തിന് ഒരു ദിവസം നിങ്ങൾക്ക് 1 മണിക്കൂർ മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് കരുതാം. ആ 1 മണിക്കൂർ മുഴുവൻ പുതിയ ടോപ്പിക്ക് പഠിക്കേണ്ടതില്ല. 40 മിനിറ്റ് പുതിയ ടോപ്പിക്ക്, 20 മിനിറ്റ് റിവിഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ്. അടുത്ത ദിവസം പഴയത് കുറച്ച് റിവൈസ് ചെയ്തിട്ട് പുതിയ ടോപ്പിക്ക് തുടങ്ങണം. ഇങ്ങനെ ചെയ്താൽ പഠിച്ചത് സ്ലോലി ബിൽഡപ്പ് ചെയ്യും. PSC ഒരു ദിവസം കൊണ്ട് തീർക്കാനുള്ള സിലബസ് അല്ല, ദിവസം കുറച്ച് കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രോസസ്സാണ്. വീട്ടമ്മമാർക്ക് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വീട്ടിലെ എല്ലാ ദിവസവും ഒരേ സാഹചര്യമായിരിക്കില്ല. ഒരു ദിവസം കുട്ടിക്ക് അസുഖമായിരിക്കും, ഒരു ദിവസം വീട്ടിൽ ഫങ്ഷൻ ആയിരിക്കും, ഒരു ദിവസം ഗസ്റ്റ് ഉണ്ടാകും, ഒരു ദിവസം നിങ്ങൾക്ക് തന്നെ എനർജി ഉണ്ടാകില്ല. അപ്പോൾ ആ ദിവസം 5 മണിക്കൂർ പഠിക്കാത്തത് കൊണ്ട് നിങ്ങൾ ഫെയിലിയർ അല്ല. പക്ഷേ ആ ഒരു കാര്യം ചെയ്യാം. ഇന്ന് ഒന്നും പഠിച്ചില്ല, ഇനി നാളെ മുതൽ തുടങ്ങാം എന്ന് പറഞ്ഞ് ആ ആഴ്ച കളയരുത്. ആ ദിവസം 15 മിനിറ്റ് കിട്ടിയാലും ഒരു ചെറിയ ടോപ്പിക്ക് റിവൈസ് ചെയ്യണം, 10 ക്വസ്റ്റ്യൻസ് ചെയ്യണം, പ്രീവിയസ് നോട്ട്സ് വായിക്കാം. അങ്ങനെ സ്റ്റഡി കണക്ഷൻ ബ്രേക്ക് ആകാതെ നോക്കുക. കാരണം കൺസിസ്റ്റൻസി എന്നത് എല്ലാ ദിവസവും പെർഫെക്റ്റ് ആയിരിക്കണം എന്നല്ല. തെറ്റിപ്പോയാലും വീണ്ടും തിരിച്ച് വരിക എന്നത് കൺസിസ്റ്റൻസി. PSC പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ മറ്റൊരു വലിയ പ്രോബ്ലമാണ് കമ്പാരിസൺ. അവൾ ഒരു ദിവസം 8 മണിക്കൂർ പഠിക്കുന്നു, അവൻ ഒരു ദിവസം 100 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, അവൾക്ക് ഇതിനകം റാങ്ക് ഫയൽ മുഴുവൻ തീർന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ. പക്ഷെ നിങ്ങൾ അവരുടെ ജീവിതം അറിയുന്നില്ല, അവരുടെ ലൈഫിൽ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. അവർക്ക് എത്ര സമയം കിട്ടുന്നു, എത്ര കാലമായി പഠിക്കുന്നു, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഒന്നും അറിയില്ല. അതുകൊണ്ട് മറ്റൊരാളുടെ ഡേ 100 അല്ലെങ്കിൽ ഡേ 100നെ നിങ്ങളുടെ ഡേ 1 കമ്പയർ ചെയ്യരുത്. നിങ്ങൾ ഇന്ന് തുടങ്ങുകയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഡേ 1 ആണ്. അത് ആക്സെപ്റ്റ് ചെയ്യുക. സ്ലോ ആയാലും മുന്നോട്ട് പോവുക. PSC പഠിക്കാൻ മോട്ടിവേഷൻ മാത്രം മതിയാകില്ല. ആദ്യത്തെ കുറച്ച് ദിവസം മോട്ടിവേഷൻ ഉണ്ടാകും, പിന്നെ അത് കുറയും. അപ്പോൾ എന്ത് ചെയ്യും? റുട്ടീൻ, നിങ്ങൾക്ക് പറ്റുന്ന ഒരു ചെറിയ റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക. ഉദാഹരണത്തിന് രാവിലെ ഒരു മണിക്കൂർ പഠിക്കുക, രാത്രി 30 മിനിറ്റ് റിവിഷൻ ചെയ്യുക, ഞായറാഴ്ച ഒരു ചെറിയ മോക്ക് ടെസ്റ്റ് നടത്തുക. ഇത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം. പറ്റുന്നില്ലെങ്കിൽ സമയം കുറയ്ക്കുക. പക്ഷേ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങളുടെ ലൈഫിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രിപ്പറേഷൻ ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതത്തിനുള്ളിൽ ഫിറ്റാകുന്ന പ്രിപ്പറേഷനാണ് വേണ്ടത്. എനിക്ക് കഴിയുമോ എന്ന ചോദ്യം. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് എനിക്ക് PSC എഴുതണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന അവസ്ഥയിലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ വീട്ടമ്മമാരായിരിക്കാം, ഒരുപക്ഷെ പഠനം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായിരിക്കാം, ഒരുപക്ഷെ ഇപ്പോൾ ജീവിതത്തിൽ ഒരു റീസ്റ്റാർട്ട് വേണമെന്നുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കഴിവിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട, നിങ്ങൾ ആദ്യം തുടങ്ങുക. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് എന്താണ് അറിയാത്തത് എന്ന് മനസ്സിലാകുന്നത്. അറിയാത്തത് കണ്ടിട്ട് പേടിക്കേണ്ട, അതാണ് പഠിക്കാനുള്ള റീസൺ. PSC എഴുതുന്ന എല്ലാവരും ഫസ്റ്റ് ഡേ മുതൽ എക്സ്പേർട്ട് ആയിരിക്കില്ല. അവരും ഒരു ദിവസം ബിഗിനറായിരുന്നു. അതുകൊണ്ട് PSC പഠനം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നാളെ മുതൽ വലിയൊരു ടൈം ടേബിൾ ഉണ്ടാക്കി ജീവിതം മാറ്റാൻ ശ്രമിക്കേണ്ട. ഇന്ന് തന്നെ ഒരു നോട്ട്ബുക്ക് എടുക്കുക, നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന എക്സാം എഴുതി വെക്കുക, സിലബസ് നോക്കുക, ഒരു ബേസിക് സ്റ്റഡി മെറ്റീരിയൽ തിരഞ്ഞെടുക്കുക, 10 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക. പിന്നെ നിങ്ങൾക്ക് റിയലിസ്റ്റിക്കലി ദിവസം എത്ര സമയം പഠിക്കാൻ കഴിയുമെന്ന് തീരുമാനിക്കുക. അത്രയും മാത്രം മതി. നിങ്ങളുടെ ആദ്യത്തെ ദിവസം പെർഫെക്റ്റ് ആവേണ്ടതില്ല. ആദ്യ ദിവസം തുടങ്ങണം. വീട്ടമ്മയാണെങ്കിലും ബിഗിനറാണെങ്കിലും പഠനം കഴിഞ്ഞിട്ട് വർഷങ്ങളായാലും PSC പ്രിപ്പറേഷൻ തുടങ്ങാൻ ഒരിക്കലും പെർഫെക്റ്റ് ടൈം വരില്ല. നമ്മളുള്ള സമയത്തിൽ നിന്ന് തുടങ്ങുകയാണ് വേണ്ടത്. ഒരു ദിവസം കൊണ്ട് ജീവിതം മാറണമെന്നൊന്നുമില്ല. പക്ഷെ ദിവസവും കുറച്ച് സമയം നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 1 വർഷം കഴിഞ്ഞ് നമ്മൾ ഇന്നുള്ള അതേ വ്യക്തി ആയിരിക്കണം എന്നില്ല. അതിനാൽ PSC പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം പേടിക്കാതെ തുടങ്ങണം.
പെർഫെക്റ്റ് പ്രിപ്പറേഷൻ വേണ്ട, കൺസിസ്റ്റൻസി പ്രിപ്പറേഷൻ മതി. ഇവിടെ നിന്നാണ് നിങ്ങളുടെ PSC ജേണി തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് വിഷസ്.